സ്ക്രീൻ കാണാലോ. ഇവിടെ കാണാൻ പറ്റുന്നില്ല, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മോഡലിംഗ്, മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഓഫ് സിസ്റ്റംസ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, തെർമൽ, ഫ്ലൂയിഡ് സിസ്റ്റംസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ്, അതിന്റെ ഗവേണിംഗ് ഇക്വേഷൻസ്, പ്രധാനപ്പെട്ട മെക്കാനിക്കലിൽ വരുന്ന കുറച്ച് ടൈപ്സ് ഓഫ് സിസ്റ്റം മോഡലിംഗ് അല്ലെങ്കിൽ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞിട്ട് ഇനി മൊഡ്യൂളിൽ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത്, സെക്കൻഡ് ഏരിയ ഓഫ് ദിസ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മെക്കാട്രോണിക്സ് ഇൻ റോബോട്ടിക്സ്. റോബോട്ടിക് ഫീൽഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെക്കാട്രോണിക്സ് അപ്രോച്ച് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഡ്രൈവ്സും സെൻസേഴ്സും ആണ്. ഇപ്പോൾ റോബോട്ടിക്സ് എലമെന്റ്, ഇപ്പം ഏത് റോബോട്ട് ആണെങ്കിലും നമുക്കറിയാം റോബോട്ടിക് മൂവ്മെന്റ്സ്, മോഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പല രീതിയിലുള്ള മൂവ്മെന്റ്സും റോബോട്ടിക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ റോബോട്ടിക് ഡിവൈസസ് നമുക്ക് തരുന്നുണ്ട്. അപ്പം ഇപ്പൊ ഹ്യൂമനോയിഡ് റോബോട്ട് ആണെങ്കിലും ഇനിയല്ല മറ്റെന്തെങ്കിലും പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട് പോലുള്ള ആപ്ലിക്കേഷൻ ലെവൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ചെയ്യുന്ന റോബോട്ട്സ് ആണെങ്കിലും അവിടെയൊക്കെ ഒരുപാട് മോഷൻസ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മോഷൻ നമുക്ക് തരുന്നത് അല്ലെങ്കിൽ ആ ഒരു മോഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത് ഡ്രൈവ് സിസ്റ്റംസ്, പ്രധാനമായിട്ടും മോട്ടോർ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് യൂസ്ഡ് ഇൻ റോബോട്ടിക് ഫീൽഡ്, ദാറ്റ് ഈസ് ഫസ്റ്റ് അപ്രോച്ച്, മെക്കാട്രോണിക് അപ്രോച്ച് ഇൻ ദിസ് റോബോട്ടിക് ഫീൽഡ്, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ്. സോ പറയാൻ പോകുന്നത് പ്യൂർലി ഇലക്ട്രിക്കൽ സൈഡാണ്, നിങ്ങൾ പഠിച്ച ഏരിയയാണ്. ഇത് ഞാൻ പറഞ്ഞിട്ട് പറയാത്ത അല്ലെങ്കിൽ പഠിക്കാത്ത ഒരൊറ്റ ഡ്രൈവ് ആണുള്ളത്, ദറ്റ് ഈസ് ഹാർമോണിക് ഡ്രൈവ്. കേട്ടിട്ടുണ്ടാവും, ബട്ട് എന്താണ് ഈ ഹാർമോണിക് ഡ്രൈവ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഉള്ളത് ഡ്രൈവ് സിസ്റ്റം കഴിഞ്ഞാൽ റോബോട്ടിക്സിൽ വരുന്ന മറ്റൊരു മെക്കാട്രോണിക് അപ്രോച്ച് ആണ് സെൻസേഴ്സ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്, മെക്കാട്രോണിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഏതൊരു എന്താ പറയുക പ്രോസസ്സിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെയും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം സെൻസേഴ്സ് ആണ്, പിന്നെ ആക്ച്വേറ്റേഴ്സ് ആണ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പം പ്രധാനപ്പെട്ട റോബോട്ടിക് അപ്രോച്ചുകളിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സെൻസിങ് ഡിവൈസസ് ഏതൊക്കെയാണ്, സെൻസേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ആ സെൻസേഴ്സിനെ പറ്റിയാണ് പിന്നെ പറയേണ്ടത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡ്രൈവ് സിസ്റ്റത്തിലെ ഹാർമോണിക് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതിന്റെ പ്രധാനപ്പെട്ട പാർട്സ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഈ കാര്യങ്ങളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ് ഹാർമോണിക് ഡ്രൈവ്. കാരണം ഇതൊക്കെ നിങ്ങളുടെ S5 സബ്ജക്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ DC, AC, ബ്രഷ്ലെസ്, സെർവോ, സ്റ്റെപ്പർ, ഇതൊക്കെ S5 ഇലക്ട്രിക്കൽ ഉണ്ടായിരുന്ന ടോപ്പിക്സ് ആണ്. ഇതിനകത്തൊന്നും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഹാർമോണിക് ഡ്രൈവ് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്ന സപ്ലിമെന്ററി എക്സാമിന്റെ 10 മാർക്ക് ക്വസ്റ്റൻ ആണ് ഹാർമോണിക് ഡ്രൈവ്. വർക്കിംഗ്, പിന്നെ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹാർമോണിക് ഡ്രൈവ്. ഇത് ഈ ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് 8 മാർക്കിന് വർക്കിങ്ങും കൺസ്ട്രക്ഷനും എഴുതാൻ വേണ്ടി, 2 മാർക്കിന് അഡ്വാൻറ്റേജസ് ഓഫ് ഹാർമോണിക് ഡ്രൈവ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അതിന്റെ വാല്യുവേഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികളും ആൻസർ ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഹാർമോണിക് ഡ്രൈവ്സ്. സോ എന്താണ് ഹാർമോണിക് ഡ്രൈവ് എന്നുള്ളതിനെ പറ്റി നമുക്ക് പറയാം. അപ്പൊ ഹാർമോണിക് ഡ്രൈവ് നമുക്കറിയാം, നോർമലി നമ്മളിപ്പോ ഒരു പിന്നെ ഡ്രൈവ് സിസ്റ്റത്തില് സ്പീഡ് റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് ഉണ്ട്, നമ്മളൊക്കെ പഠിച്ചൊരു എലമെന്റ് ഉണ്ട് അല്ലെ. എന്താണത്? അത് ഒരു പിന്നെ റൊട്ടേഷനിലുള്ള ബോഡിയുടെ ആ ഒരു റൊട്ടേഷൻ RPM റെഡ്യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്പീഡ് റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് ആണ്, മെക്കാനിക്കൽ എലമെന്റ് ഉണ്ട്. ഏതാ? ഗിയർ അല്ലെ. അപ്പൊ നമ്മള് റോബോട്ടിക് ഫീൽഡിൽ ഗിയർ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും റോബോട്ട്സിൽ ഈ ഗിയർ സിസ്റ്റം, ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഗിയർ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് റോബോട്ടിക് ആപ്ലിക്കേഷൻസിലും ചിലപ്പോൾ ഈ സ്പീഡ് റിഡക്ഷൻ ആവശ്യമായിട്ട് വരാം അല്ലെ. അതായത് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്തായാലും റോബോട്ടിക് സിസ്റ്റത്തിൽ ഉണ്ടാവും. അതായത് നമ്മൾ പറഞ്ഞു മോഷൻ ട്രാൻസ്മിഷൻ നടത്തണമെങ്കിൽ അവിടെ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ഒക്കെ വേണം. ബട്ട് നമ്മൾ കൺവെൻഷണൽ മെത്തേഡുകളിൽ പഠിച്ച സ്പീഡ് റിഡക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് ഗിയർ സിസ്റ്റം ഒക്കെയാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റോബോട്ടിക് ഫീൽഡിൽ ഇതേ ആപ്ലിക്കേഷൻസ്, അതായത് സ്പീഡ് റെഡ്യൂസ് ചെയ്ത്, അതായത് നമുക്കൊരു മെയിൻ മോട്ടോർ അല്ലെങ്കിൽ മെയിൻ ഡ്രൈവ് ഉണ്ടാവും. ആ ഡ്രൈവിൽ നിന്നും റോബോട്ടിന്റെ പല ഭാഗങ്ങളിലേക്കും നമുക്ക് ആ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എല്ലാ സ്ഥലത്തും ഒരേ സ്പീഡിലായിരിക്കില്ല നമുക്ക് മോഷൻ എത്തേണ്ടി വരിക. അപ്പൊ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് മോഷൻ അല്ലെങ്കിൽ ഈ ട്രാൻസ്മിഷനെ സ്പീഡിനെ റിഡക്ട് ചെയ്യേണ്ടി വരും, കുറക്കേണ്ടി വരും, റെഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ റോബോട്ടിക്സ്
നമുക്കറിയാം റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഹൈലി ഓട്ടോ കട്ടായി. ഹലോ ഹലോ, നേരത്തെ കട്ടായ? കുറച്ചമ്മി ഞാൻ വീഡിയോ പ്ലേ ചെയ്തായിരുന്നു, കണ്ടിരുന്നോ? ഇല്ല. നോക്കാം 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 ഒന്നുകൂടി നോക്കാം. ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. ഈ വീഡിയോ സ്ക്രീനിൽ കാണുന്നുണ്ടോ? സൗണ്ട് കേൾക്കാവോ? ഇല്ല. വീഡിയോയിലെ സൗണ്ട് കേൾക്കുന്നില്ല? പോട്ടെ, ഞാൻ പറയാം. എനിക്ക് സ്ക്രീൻ കാണാലോ അല്ലെ? ഇതാണ് ആക്ച്വലി ഹാർമോണിക് ഡ്രൈവ് എന്ന് പറയുന്ന ഡ്രൈവ് സിസ്റ്റം. ഓക്കെ, ഹലോ ഹലോ, ഈ വീഡിയോ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങള്? വീഡിയോയുടെ സൗണ്ട് കേൾക്കുന്നില്ല, സാറ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ മതി, ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഇതിനെ ആക്ച്വലി ഹാർമോണിക് ഡ്രൈവ് സിസ്റ്റം ഒന്നുകൂടി കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഞാൻ എല്ലാം പോയി. ഹലോ,
കോളേജിലെ അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ എന്താണല്ലോ. എടാ പിന്നെയും പോയല്ലേ? കുറച്ച് സമയമായി പോയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം ഹാർമോണിക് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. സ്പീഡ് റിഡക്ഷനും അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻസിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. നമുക്ക് നോക്കാം. ദിസ് ഈസ് ഹാർമോണിക് ഡ്രൈവ് സിസ്റ്റം. ഓക്കെ, മൂന്ന് പാർട്സ് ആണുള്ളത്. ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട ഫിഗറിന് അതൊരു അസംബിൾഡ് പാർട്ടായിരുന്നു. അതിൽ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. പാർട്സ് ഏതൊക്കെയാണെന്ന് പറയാൻ വേണ്ടി ഇമ്പോർട്ടന്റ് ആണ്. 3 പാർട്സ് ആണുള്ളത്. അപ്പൊ ഈ 3 പാർട്സിന്റെ പേര് പറയണം. ദിസ് ഫസ്റ്റ് വൺ, എന്റെ മൗസ് പോയിന്റർ കാണുന്നുണ്ടാവും. ഈ ഫസ്റ്റിലുള്ള ഈ എലമെന്റിന്റെ പേര് വേവ് ജനറേറ്റർ. വേവ് ജനറേറ്റർ, വേവ് ജനറേറ്റർ. സെക്കൻഡ് വൺ, സെൻട്രലുള്ള ഈ പാർട്ടിന്റെ പേര് ഫ്ലക്സസ് പ്ലെയിൻ. ഫ്ലക്സസ് പ്ലെയിൻ, FLEXSPLINE, ഫ്ലക്സ് പ്ലെയിൻ. ദെൻ തേർഡ് വൺ, ഈ റൈറ്റ് സൈഡിലുള്ള എലമെന്റിന്റെ പേര് സർക്കുലാർ സ്പ്ലെയിൻ. സർക്കുലാർ സ്പ്ലെയിൻ, സർക്കുലാർ സ്പ്ലെയിൻ. ഓക്കെ, അപ്പൊ 3 എലമെന്റ്സ് ഏതൊക്കെയാണ്? വേവ് ജനറേറ്റർ, വേവ് ജനറേറ്റർ, ഫ്ലക്സ് പ്ലെയിൻ, സർക്കുലാർ സ്പ്ലെയിൻ. ലാൻ കിട്ടുന്നില്ല. ഞാൻ ഫോൺ കണക്ട് ചെയ്ത ഓക്കെ. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞിട്ട് ഗിയർ റിഡക്ഷൻ വേണ്ടിയിട്ടൊക്കെ റോബോട്ടിക്സ് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന ഡ്രൈവ് ആണ് ഹാർമോണിക് ഡ്രൈവ് എന്ന് പറഞ്ഞത്. അപ്പം സ്പീഡ് റെഡ്യൂസ് ചെയ്യണം. അപ്പം നമുക്ക് ഒരു ഡ്രൈവിംഗ് ഷാഫ്റ്റും വേണം, അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് സ്പീഡ് എടുക്കുന്ന ഒരു ഔട്ട്പുട്ട് എലമെന്റും വേണം. അപ്പൊ ഇതിൽ ഏതാണ് ഇൻപുട്ട് ഷാഫ്റ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഇൻപുട്ട് സ്പീഡ് എവിടെയാണ് കൊടുക്കുക, ഔട്ട്പുട്ട് സ്പീഡ് എവിടെയാണ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് നമുക്ക് പറയാം. അപ്പൊ ഇതിപ്പോ 3 ഡിഫറെന്റ് പാർട്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുക, ഇത് അസംബിൾ ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഓരോ പാർട്ടിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പാർട്ട് ബൈ പാർട്ട് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് എലമെന്റ്, ദിസ് ഇസ് വേവ് ജനറേറ്റർ അല്ലെ? വേവ് ജനറേറ്റർ, ഇതിന്റെ പേര് വേവ് ജനറേറ്റർ അല്ലെ? അപ്പൊ എന്താണ് ഈ ഒരു എലമെന്റിന്റെ ആവശ്യം, എന്താണ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട പർട്ടിക്കുലാരിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ വേവ് ജനറേറ്റർ ഇതൊരു സർക്കുലർ എലമെന്റ് ആണോ? ആക്ച്വലി ഇതിന്റെ ഈ ഒരു എന്താ പറയാ ഔട്ടർ ഈ ജോമെട്രി നോക്കിയത് ഇത് സർക്കുലർ ആണോ അല്ല ഒരു എലിപ്റ്റിക്കൽ ആണോ? എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്? സർക്കുലർ ആണോ? നോക്കി ആ റൊട്ടേഷൻ നോക്കി. എലിപ്റ്റിക്കൽ ആണ് അല്ലെ? ഒരു എലിപ്റ്റിക്കലി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബെയറിംഗ് സിസ്റ്റം ആണ്, ഒരു റൊട്ടേഷനിലുള്ള എലമെന്റ്. അപ്പൊ ഈ വേവ് ജനറേറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി എലിപ്റ്റിക്കൽ ഷേപ്പ്. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് മേജർ ആക്സിസ്, ഈ വെർട്ടിക്കൽ ആക്സിസ് നമുക്ക് മേജർ ആക്സിസ് എന്ന് പറയാം, അതേപോലെ ഒരു മൈനർ ആക്സിസും ഉണ്ടാവും എലിപ്സ് ആകുമ്പോൾ. അപ്പൊ ഇതൊരു എലിപ്റ്റിക്കൽ ഷേപ്ഡ് എലമെന്റ് ആണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ്, ദാറ്റ് ഈസ് വേവ് ജനറേറ്റർ. സോ വേവ് ജനറേറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എലിപ്റ്റിക്കൽ ഷേപ്ഡ് എലമെന്റ് ആണ്. മാത്രമല്ല ഇതിന്റെ ഇടയിൽ ബെയറിങ്സ്, ബോൾ ബെയറിങ്സ് നിങ്ങൾക്ക് കാണാം, ബോൾ ബെയറിങ്സും ഉണ്ട്. ഈ വേവ് ജനറേറ്ററിലാണ് നമ്മൾ ഇൻപുട്ട് സ്പീഡ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ട്രാൻസ്മിഷൻ ലൈനിൽ വരുന്ന ഹൈ സ്പീഡ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വേവ് ജനറേറ്ററിലേക്കാണ്. എന്നിട്ട് അതിനെയാണ് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് സ്പീഡായിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. സോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഈ വേവ് ജനറേറ്ററിലാണ്. അപ്പൊ ഈ വേവ് ജനറേറ്റർ എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഷേപ്പിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇയാൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സ്പീഡിനനുസരിച്ചിട്ട് ഇയാൾ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ആ റൊട്ടേഷൻ ആണ് ഇപ്പം കാണിക്കുന്നത്. അതിന്റെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന എലമെന്റ് ആണ്. അപ്പൊ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആണ്.
ദെൻ രണ്ടാമത്തെ എലമെന്റ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ എലമെന്റിന്റെ പേര് ഫ്ലെക്സ് സ്പ്ലെയിൻ എന്നാണ് അല്ലെ. അപ്പൊ ഫ്ലെക്സ് എന്ന പേര് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എന്നുള്ള ടേമിൽ നിന്നാണ് ഫ്ലെക്സ് സ്പ്ലെയിൻ എന്ന പേര് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എലമെന്റ് നോക്കി ഒരു ഡ്രം ലൈക്ക് സ്ട്രക്ചർ ആണ്. ഈ ഡ്രം ലൈക്ക് സ്ട്രക്ചറിന്റെ ഔട്ടർ സർഫസിൽ എന്തുണ്ട്? ചെറിയ ടീത്തുകൾ ഉണ്ട് അല്ലെ, ഗിയേഴ്സിലുള്ള പോലെ ഔട്ടർ സർഫസിൽ ടീത്തുകൾ ഉണ്ട്. ആ ടീത്തുകളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇത് ടോർഷണലി സ്റ്റിഫ് ആയിരിക്കും, അതുപോലെ തന്നെ ഹൈലി ഫ്ലെക്സിബിളും ആയിരിക്കും. അത് എന്തുകൊണ്ടാണ് ഇത് ഫ്ലെക്സിബിൾ ആകുന്ന, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഫ്ലെക്സിബിളിനെ കൊണ്ടുള്ള ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതിന്റെ പ്രത്യേകത ഔട്ടർ സർഫസിലാണ് ഇതിന്റെ ടൂത്ത്സ് ഉള്ളത് അല്ലെ. നമ്മുടെ ഔട്ടർ സർഫസിലാണ് ഫ്ലെക്സ് സ്പ്ലെയിനിന്റെ ഔട്ടർ പെരിഫറിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ ടീത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തെ എലമെന്റ് സർക്കുലർ സ്പ്ലെയിൻ. ഇതൊരു റിജിഡ് എലമെന്റ് ആണ്, പക്ഷെ ഇതിനകത്തും ടീത്ത് ഉണ്ട്. പക്ഷെ അത് എവിടെയാ? ഔട്ടറിലാണോ ഇന്നറിലാണോ? ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഇന്നർ സർഫസിലാണ് കുറെ ടീത്തുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിലെ നമ്പർ ഓഫ് ടീത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഫ്ലെക്സ് സ്പ്ലെയിൻ ഉണ്ടല്ലോ, ഈ ഫ്ലെക്സ് സ്പ്ലെയിൻ എന്ന് പറയുന്നത് ഔട്ടർ സർഫസിൽ ടീത്ത് കട്ട് ചെയ്തെടുത്ത ഫ്ലെക്സ് സ്പ്ലെയിനിൽ എത്ര ടീത്ത് ഉണ്ടോ അതിനേക്കാളും 2 ടീത്ത് അധികം ഉണ്ടാവും നമ്മുടെ സർക്കുലർ സ്പ്ലെയിനിൽ. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ സെൻട്രൽ എലമെന്റിൽ 100 ടീത്ത് ഉള്ളതെങ്കിൽ 100 ടീത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സർക്കുലർ സ്പ്ലെയിനിലേക്ക് വരുമ്പോൾ 2 ടീത്ത് അധികം ഉണ്ടാവും, 102 ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്താണ് ഇതിനെ കൊണ്ടുള്ള കാര്യം, ഇപ്പൊ പറഞ്ഞതിന്റെ ആവശ്യം എന്താണ്, ഈ 2 എന്തിനാണ് അധികം കട്ട് ചെയ്തെടുത്ത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇതെങ്ങനെയാ വർക്ക് ചെയ്യാൻ നോക്കാം. ഇൻപുട്ട് നമ്മൾ പറഞ്ഞു ഈ എലമെന്റിലാണ് കൊടുക്കുക, ഔട്ട്പുട്ട് എവിടുന്ന് എടുക്കുക നമുക്ക് കാണണം. അപ്പൊ ഇനി ഇത് എന്തുകൊണ്ടാണ് ഇത് ഫ്ലെക്സിബിൾ എലമെന്റ് ആണെന്ന് പറഞ്ഞത്, ഇതൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 3 എലമെന്റ്സ് ഏതൊക്കെയാണ്? 3 പാർട്സ്. ഹാർമോണിക് ഡ്രൈവിന്റെ പാർട്സ് ഏതൊക്കെയാണോ? വേവ് ജനറേറ്റർ, വേവ് ജനറേറ്റർ, ഫ്ലക്സ് സ്പ്ലെയിൻ, ഫ്ലെക്സ് സ്പ്ലെയിൻ, സർക്കുലർ സർക്കുലർ സ്പ്ലെയിൻ. അപ്പൊ ഓരോന്നിന്റെയും പ്രത്യേകത, വേവ് ജനറേറ്റർ എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഷേപ്ഡ് എലമെന്റ് ആണ്. അതിനകത്ത് ഒരു ബോൾ ബെയറിംഗ് സിസ്റ്റം ആണ്, എലിപ്റ്റിക്കൽ ഷേപ്പ് ആണ്. നമ്മൾ ഇവിടെയാണ് ഇൻപുട്ട് ഷാഫ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഹൈ സ്പീഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ വേവ് ജനറേറ്ററിലാണ്. ദെൻ ഫ്ലെക്സ് സ്പ്ലെയിൻ ടോർഷണലി റിജിഡ് ആണെങ്കിലും ഹൈലി ഫ്ലെക്സിബിൾ എലമെന്റ് ആണ്. ഇതിന്റെ പുറത്ത് അല്ലെങ്കിൽ ഔട്ടർ സർഫസിലാണ് ടീത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ സർക്കുലർ സ്പ്ലെയിൻ എന്ന് പറയുന്നത് റിജിഡ് എലമെന്റ് ആണ്. ഇതിന്റെ ഇന്നർ സർഫസിലാണ് ടീത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ടീത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് ഫ്ലെക്സ് സ്പ്ലെയിനിലുള്ള ടീത്തിനേക്കാളും 2 ടീത്ത് അധികം ഉണ്ടാവും ഈ സർക്കുലർ സ്പ്ലെയിനിൽ. ഇനി ഇത് അസംബിൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സർക്കുലർ സ്പ്ലെയിനിന്റെ ഇന്റേണൽ പാർട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഇന്നർ പാർട്ടിൽ ടീത്ത് കട്ട് ചെയ്ത് ഇനി നമുക്ക് അസംബ്ലിംഗ് ആണ്. അപ്പൊ നമ്മൾ വേവ് ജനറേറ്റർ ഈ ഫ്ലെക്സ് സ്പ്ലെയിനിലേക്ക് അസംബിൾ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം ആ ഒരു അസംബ്ലിങ്. ഞാൻ ഒന്നുകൂടി ബാക്ക് അടിച്ചാണ്. ആ അസംബ്ലിങ് ഒന്ന് നോക്കുക. ഈ ഒരു വേവ് ജനറേറ്റർ ഫ്ലെക്സ് സ്പ്ലെയിനിലേക്ക് കയറുമ്പോൾ ഈ ഫ്ലെക്സ് സ്പ്ലെയിനിന് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് ഒന്ന് നോക്കണേ. എന്താ സംഭവിച്ചേ? എങ്ങനെയാണ്? ഒന്ന് എക്സ്പാൻഡ് ആയി അല്ലെ? ഈ ഫ്ലെക്സ് സ്പ്ലെയിനിലെ ഈ ടീത്തുള്ള ഭാഗം ഒന്ന് എക്സ്പാൻഡ് ആയി. ഇത് കാരണം നമുക്ക് ഈ വേവ് ജനറേറ്ററിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ഫ്ലെക്സ് സ്പ്ലെയിനിന്റെ അൺഓപ്പറേറ്റഡ് കണ്ടീഷനിലെ അൺഅസംബിൾഡ് കണ്ടീഷനിലുള്ളതിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. ഈ വേവ് ജനറേറ്ററിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ഫ്ലെക്സ് സ്പ്ലെയിനിന്റെ ഇങ്ങനെ നമ്മൾ അസംബിൾ ചെയ്യാതെ വെക്കുന്ന സമയത്തുള്ള ഡയമീറ്ററിനേക്കാളും കുറച്ച് അധികമായിരിക്കും. അപ്പൊ നമ്മൾ ഈ വേവ് ജനറേറ്റർ ഇതിനകത്തേക്ക് വെക്കുമ്പോൾ ഇയാളൊന്ന് എക്സ്പാൻഡ് ആവും ഈ ഫ്ലെക്സ് സ്പ്ലെയിൻ. കാരണം ഇത് ഫ്ലെക്സിബിൾ എലമെന്റ് ആണ്. അപ്പൊ ഫ്ലെക്സിബിൾ എന്ന് പേര് വരുന്നത് തന്നെ അതുകൊണ്ടാണ്. അതായത് ഈ ഒരു വേവ് ജനറേറ്റർ ഇതിലേക്ക് കയറുമ്പോൾ ഈ വേവ് ജനറേറ്ററിന്റെ ഡയമീറ്ററിന് കണക്കായിട്ട് ഇയാളൊന്ന് എക്സ്പാൻഡ് ആവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേവ് ജനറേറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി സർക്കുലർ ഷേപ്പ് ആണോ? ഇതിപ്പോ സർക്കുലർ ഷേപ്പ് ആണോ? ആയിരുന്നോ? വേവ് ജനറേറ്ററിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ആയിരുന്നു അല്ലെ? അപ്പൊ ഈ ഒരു എലിപ്സ് ഈ ഫ്ലെക്സിബിൾ എലമെന്റിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഫ്ലെക്സിബിൾ എലമെന്റിന്റെ ഷേപ്പ് എന്താവണം? ഒരു എലിപ്സ് പോലെ ആവൂലേ? ഓക്കെ, അപ്പൊ ആ അസംബ്ലിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഫ്ലെക്സ് പ്ലെയിനുള്ളിൽ നമ്മുടെ വേവ് ജനറേറ്റർ കയറിയിട്ടുണ്ട്. അപ്പോ ഈ വേവ് ജനറേറ്ററും ഫ്ലെക്സ് പ്ലെയിനും കൂടിയിട്ടുള്ള ഈ ഒരു അസംബ്ലി
അപ്പൊ ഇതിപ്പോ ഏതാണ്ട് ഒരു എലിപ്സ് ഷേപ്പിലേക്ക് മാറി. ഇതൊരു ഫ്ലെക്സിബിൾ എലമെന്റ് ആണ്, അതിന്റെ ഉള്ളിലേക്ക് കയറ്റിയപ്പോ ഇതൊരു എലിപ്സ് ഷേപ്പിലേക്ക് മാറി. ഇനി ഇവരെ ഈ ഒരു ഫ്ലക്സസ് പ്ലെയിൻ വേവ് ജനറേറ്റർ അസംബ്ലിയെ നമ്മൾ മൂന്നാമത്തെ എലമെന്റിലേക്ക് അസംബിൾ ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഫ്ലക്സസ് പ്ലെയിൻ ഇതിന്റെ അകത്തേക്ക് കയറി. അപ്പൊ അതിന്റെ അതേ ഷേപ്പ് തന്നെ, സോറി, വേവ് ജനറേറ്റർ ഫ്ലക്സസ് പ്ലെയിന്റെ അകത്തേക്ക് കയറി. സോ വേവ് ജനറേറ്ററിന്റെ അതേ എലിപ്സ് ഷേപ്പ് തന്നെ നമ്മുടെ ഫ്ലക്സസ് പ്ലെയിനിനും കിട്ടിയിട്ടുണ്ട്, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഈ അസംബിൾഡ് എലമെന്റിനെ നമ്മൾ മൂന്നാമത്തെ എലമെന്റിന്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഫ്ലക്സസ് പ്ലെയിനിന്റെ ഔട്ടർ സർഫസിൽ കുറെ ടീത്തുകൾ ഉണ്ട്. ഓക്കെ, ഓക്കെ, ഇപ്പൊ നമ്മള് മൂന്നാമത്തെ എലമെന്റ് ആയിട്ടുള്ള റിജിഡ് അല്ലെങ്കിൽ സർക്കുലാർ പ്ലെയിനിനുള്ളിൽ നമ്മുടെ ഫ്ലക്സസ് പ്ലെയിനും വേവ് ജനറേറ്ററും കൂടിയിട്ടുള്ള അസംബ്ലിയെ ഞാൻ കൊണ്ടുവെക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേവ് ജനറേറ്ററും ഫ്ലക്സസ് പ്ലെയിനും കൂടി ഒരുമിച്ച് വന്നപ്പോ ആ ഫ്ലക്സസ് പ്ലെയിനിന് ഒരു എലിപ്സ് ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അല്ലെ? ബട്ട് നമ്മുടെ മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് അയാൾ പക്ക സർക്കുലാർ ഷേപ്പാണ്, സർക്കുലാർ പ്ലെയിൻ ആണ്. അപ്പൊ ഈ സർക്കുലാർ പ്ലെയിനിന്റെ ഉള്ളില് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ഉള്ള എക്സ്റ്റേണൽ ടൂത്ത് ഉള്ള ഫ്ലക്സ് പ്ലെയിനിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോ മേജർ ആക്സിസ് വരുന്ന സ്ഥലത്ത്, അതായത് മേലെ ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും രണ്ട് ടീത്തും തമ്മിൽ മെഷ് ചെയ്യും, അല്ലെ? രണ്ട് ടീത്ത് തമ്മിൽ മെഷ് ചെയ്യും. നേരെ മറിച്ച് മൈനർ ആക്സിസ് വരുന്ന സ്ഥലങ്ങൾ നോക്കിയേ, ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇവിടെ മെഷിങ് നടന്നിട്ടുണ്ടോ? ഈ മൗസ് പോയിന്റർ കാണുന്ന സ്ഥലത്ത് മെഷിങ് ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പോ എവിടെയാ മെഷിങ് ഉണ്ടാവുള്ളൂ? എലിപ്സിന്റെ മേജർ ആക്സിസിൽ മാത്രമേ മെഷിങ് നടക്കുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഫ്ലക്സസ് പ്ലെയിനിൽ അല്ലെങ്കിൽ ഫ്ലക്സ് പ്ലെയിനിന്റെ ഉള്ളിലുള്ള വേവ് ജനറേറ്ററിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഇൻപുട്ട് സ്പീഡ് നമ്മൾ കൊടുക്കുക. അപ്പൊ ഈ ഒരു വേവ് ജനറേറ്ററിൽ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വേവ് ജനറേറ്ററിന്റെ ഉള്ളിലുള്ള ഈ ബോൾ ബെയറിംഗ്സ് ഒക്കെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. ആ സമയത്ത് ഫ്ലക്സസ് പ്ലെയിനിന് എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഈ മൂന്നാമത്തെ എലമെന്റ് സർക്കുലാർ പ്ലെയിൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഇയാൾക്ക് മോഷൻ ഒന്നുമില്ല. ഇയാൾ ഇവിടെയൊക്കെ ബോൾട്ട് ഹോൾസ് നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ ബോൾട്ട് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാവുക. ഈ സർക്കുലാർ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനറി എലമെന്റ് ആണ്. അപ്പൊ ഇതിനകത്തെ വേവ് ജനറേറ്ററിനകത്ത് ഞാൻ സർക്കുലാർ റൊട്ടേഷൻ, ഒരു ക്ലോക്ക് വൈസ് സർക്കുലാർ റൊട്ടേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഫ്ലക്സസ് പ്ലെയിനിനൊക്കെ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇതിൽ ഫ്ലക്സസ് പ്ലെയിനിന്റെ മോഷൻ എങ്ങനെയാണെന്ന് നോക്കുക. എന്താ മനസ്സിലായിനാ? ഹലോ, മനസ്സിലായി. അത് വേവ് ജനറേറ്ററിൽ ഇവിടെ ഇപ്പൊ നമ്മുടെ വീഡിയോ പ്രകാരം നമുക്ക് നോക്കാം. വീഡിയോയില് വേവ് ജനറേറ്റർ മാത്രം, ഈ ബോൾ ബെയറിംഗ് ഉള്ള എലമെന്റ് അല്ലേ വേവ് ജനറേറ്റർ. ഈ വേവ് ജനറേറ്ററിൽ ഇവിടെ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ആ വേവ് ജനറേറ്ററിലെ ബോൾസ് നോക്കിയതാ, ഇങ്ങനെ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്, അല്ലെ? അപ്പൊ ഈ വേവ് ജനറേറ്ററുമായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്ലക്സസ് പ്ലെയിൻ ഉണ്ട്. ഇപ്പൊ വേവ് ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മേജർ ആക്സിസ് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ മേജർ ആക്സിസ് ഉള്ളത് ഈ ഒരു ലൈനിലാണ്, അല്ലെ? അപ്പൊ ഇയാൾ ഇനി അടുത്ത മൊമെന്റിൽ മേജർ ആക്സിസ് ഇപ്പുറത്തെത്തും. അപ്പൊ ഈ മേജർ ആക്സിസ് മാറുന്നതിനനുസരിച്ച് ഈ ഫ്ലക്സസ് പ്ലെയിനിലും ആ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കൗണ്ടർ ക്ലോക്ക് വൈസിൽ നമ്മുടെ വേവ് ജനറേറ്റർ കറങ്ങുമ്പോൾ ഇതിന്റെ അസംബിൾഡ് ആയിട്ടുള്ള ഫ്ലക്സസ് പ്ലെയിന് ക്ലോക്ക് വൈസിലേക്ക് ചെറിയ ചെറിയ മോഷൻസ് കിട്ടുന്നുണ്ട്. അതാണ് സൂം ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ഈ വേവ് ജനറേറ്ററിലെ ബോൾ ബെയറിംഗ്സ് കൗണ്ടർ ക്ലോക്ക് വൈസ്, അതായത് മേലോട്ടേക്കാ പോകുന്നത്. അതേസമയം ഫ്ലക്സസ് പ്ലെയിനിന്റെ ഈ ടീത്തുകൾ എങ്ങോട്ടേക്കാ പോകുന്നത് നോക്കിയേ. ഒരു ടൂത്ത് മാത്രം, ഈ ഒരു ടീത്ത് നോക്കി, ഇവിടെ എത്തി, അടുത്ത മൊമെന്റ് താഴെ എത്തി, അടുത്ത മൊമെന്റിൽ താഴെ എത്തി. ഓക്കെ, ആ മേജർ ആക്സിസ് മാറി മാറി വരുന്നതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്.
മനസ്സിലായോ? വർക്കിംഗ് മനസ്സിലായോ? ഇതിന്റെ അകത്ത് ഇപ്പൊ ആരാ കറങ്ങുന്നത്? ഇനി നമ്മൾ ഔട്ട്പുട്ട് എവിടുന്ന് എടുക്കുന്നതല്ലേ? അത് വേവ് ജനറേറ്റർ അല്ലേ കറങ്ങുന്നത്? വേവ് ജനറേറ്റർ ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഹൈ സ്പീഡ് ട്രാൻസ്മിഷൻ ലൈനിൽ നിന്ന് വരുന്ന ഇൻപുട്ട് ഷാഫ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കൊടുക്കുന്ന വേവ് ജനറേറ്ററിലാണ്. അത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഔട്ട്പുട്ട് അല്ലെ റെഡ്യൂസ്ഡ് സ്പീഡ് നമുക്ക് കിട്ടണ്ടേ? അത് എവിടുന്ന് എടുക്കാന്നല്ലേ ചോദിക്കുന്നത്? ഹലോ സാർ അസംബ്ലി ഓക്കെയാണ്, ഫ്ലോ ഇല്ല, റൊട്ടേഷൻ അതൊന്നും ക്ലിയർ ആവും. വർക്കിംഗ് കുറച്ചുകൂടി ക്ലിയർ ആവാനുണ്ട് എന്നല്ലേ നമുക്ക് പറയാം. പാർട്സ് ഇനി പറയണ്ടല്ലോ, പാർട്സ് എന്തൊക്കെയാണെന്നുള്ളതും പാർട്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അസംബ്ലി വേണ്ടേ. ഈ അസംബ്ലിയും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ എലിപ്സ് ഷേപ്പിലുള്ള എലമെന്റ് ഈ ഒരു എലമെന്റിലേക്ക് കയറുമ്പോൾ ഇതിനും എലിപ്സ് ഷേപ്പ് തന്നെ കിട്ടും അല്ലെ? എലിപ്സ് ഷേപ്പ് തന്നെ കിട്ടും. അപ്പോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക ഈ വേവ് ജനറേറ്ററിലാണ്, ഈ എലിപ്സ് ഷേപ്പിലുള്ള വേവ് ജനറേറ്ററിലാണ്. അപ്പൊ ഇയാൾ ഇതിന്റെ ഉള്ളിൽ അസംബിൾഡ് ആണ്. അപ്പം ഈ ഇൻപുട്ട് ഇവിടെ കൊടുക്കും, ഔട്ട്പുട്ട് നമ്മൾ എടുക്കുക ഈ ഫ്ലക്സസ് പ്ലെയിൻ എന്നാണ്. ഫ്ലക്സസ് പ്ലെയിൻ എന്നാണ് ഔട്ട്പുട്ട് എടുക്കുക. അപ്പം അസംബ്ലിംഗ് നമുക്ക് നോക്കാം. അപ്പൊ എലിപ്സ് ഷേപ്പ് അതിൽ കയറിയപ്പോൾ ഫ്ലക്സ് പ്ലെയിൻ ഒന്ന് ഫ്ലെക്സിബിൾ ആയല്ലേ? അപ്പൊ ഫ്ലക്സ് പ്ലെയിനും ഇപ്പൊ ഒരു വേവ് എലിപ്സ് ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഈ ഫ്ലക്സസ് പ്ലെയിനിന്റെ ഉള്ളിൽ വെച്ചാണ് നമ്മുടെ വേവ് ജനറേറ്റർ ഇങ്ങനെ കറങ്ങുക. ഓക്കെ, അതായത് ഫ്ലക്സസ് പ്ലെയിനിന്റെ ഉള്ളിൽ നിന്ന് വേവ് ജനറേറ്റർ സ്വന്തമായിട്ട് കറങ്ങും. അപ്പൊ ഇയാൾ ഇങ്ങനെ കറങ്ങുമ്പോ നമുക്കറിയാം എലിപ്സ് എന്ന് പറഞ്ഞാല് ഒരു മിനിറ്റ്. എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ ഒരു മേജർ ആക്സിസും ഉണ്ട്, ഒരു മൈനർ ആക്സിസും ഉണ്ട് അല്ലെ? ഇത് നമ്മുടെ വേവ് ജനറേറ്റർ ആണെന്ന് കേക്ക്. ഇത് ഈ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ളത് ഈ വേവ് ജനറേറ്റർ നമ്മുടെ ഫ്ലക്സ് പ്ലെയിനിന്റെ ഉള്ളിൽ, അതായത് ഫ്ലക്സ് പ്ലെയിനും എന്നൊരു അതേ എലിപ്സ് ഷേപ്പ് തന്നെ കിട്ടൂലേ? ഈ ഫ്ലക്സസ് പ്ലെയിനിന്റെ ഉള്ളിൽ ഫ്രീ റൊട്ടേഷൻ ആണ് ഈ വേവ് ജനറേറ്ററിന്. ഇപ്പൊ വേവ് ജനറേറ്റർ ഞാനിപ്പോ ഇവിടുന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് കറക്കാണ് ഈ ഉള്ളിലുള്ള എലമെന്റിനെ. അപ്പൊ ഇപ്പൊ മേജർ ആക്സിസ് ഇങ്ങനെ ഇവിടെയാ ഉള്ളത്. അടുത്ത മൊമെന്റിൽ മേജർ ആക്സിസ് എവിടെ വരും? കറങ്ങി ഇങ്ങനെ വരും അല്ലെ? അപ്പൊ ഈ ഫ്ലക്സസ് പ്ലെയിൻ എന്താവും? ഷേപ്പ് മാറും. ഇവിടെ ഒരു എലിപ്സ് പോലെ ആവും അല്ലെ ഫ്ലക്സസ് പ്ലെയിൻ? അതായത് നമ്മുടെ വേവ് ജനറേറ്റർ ഫ്രീ റൊട്ടേഷൻ ആണ്. ഫ്ലക്സസ് പ്ലെയിനിന്റെ ഉള്ളിൽ ഫ്രീ റൊട്ടേഷൻ ആണ് വേവ് ജനറേറ്ററിന് ഉള്ളത്. ഇപ്പൊ വേവ് ജനറേറ്റർ ഈ കറങ്ങുന്നതിനനുസരിച്ച് ഈ ഫ്ലക്സസ് പ്ലെയിനിന്റെ ഷേപ്പ് ഓരോ മൊമെന്റിലും മേജർ ആക്സിസ് ഇപ്പൊ ഇവിടെയാണ് ആയിരിക്കും, അടുത്ത മൊമെന്റിൽ മേജർ ആക്സിസ് ഇപ്പുറത്തായിരിക്കും. ഈ ഫ്ലക്സസ് പ്ലെയിൻ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ ഈ ഇതിനകത്തുള്ള എലിപ്സ് ഷേപ്പ് അതിന്റെ അകത്തുനിന്ന് കറങ്ങുന്നതിനനുസരിച്ചിട്ട് ഈ വേവ് ജനറേറ്ററിനും എലിപ്സ് ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു മൊമെന്റിൽ വേവ് ജനറേറ്റർ ഈ ഒരു ലൈൻ ആണെങ്കിൽ അടുത്ത മൊമെന്റിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഫ്ലെക്സിബിൾ എലമെന്റ് ആണ്. അതിന്റെ ഉള്ളിൽ ഈ വേവ് ജനറേറ്ററിന് ഫ്രീ റൊട്ടേഷൻ ആണ്. അപ്പൊ ഈ രണ്ട് അസംബ്ലിയും കൂടിയിട്ട് നമ്മൾ മൂന്നാമത്തെ എലമെന്റ് ആയിട്ടുള്ള റിജിഡ് അല്ലെങ്കിൽ സർക്കുലർ സ്പ്ലെയിനിന്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും സർക്കുലർ സ്പ്ലെയിനിന്റെ ഇന്റേണൽ പാർട്ടിലാണ് ടീത്ത് ഉള്ളത്, വേവ് ജനറേറ്ററിന്റെ എക്സ്റ്റേണൽ പാർട്ടിലാണ് ടീത്ത് ഉള്ളത്. അപ്പൊ ഈ വേവ് ജനറേറ്റർ നമ്മുടെ സർക്കുലർ ഫ്ലെക്സിബിൾ സ്പ്ലെയിനിന്റെ ഉള്ളിലാണ് വേവ് ജനറേറ്റർ ഉള്ളത്. അപ്പം എലിപ്സ് ഷേപ്പ് ആയിരിക്കും. എലിപ്സ് ഷേപ്പ് ആകുമ്പോൾ ഒരു മേജർ ആക്സിസ് ഉണ്ടാവും. മേജർ ആക്സിസിൽ മാത്രമേ ടീത്തും തമ്മിൽ മെഷ് ചെയ്യുന്നുള്ളൂ. മൈനർ ആക്സിസ് ഇതാ റൈറ്റും ലെഫ്റ്റും സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ബ്ലാങ്ക് സ്പേസ് കാണാം. അതായത് മെഷിങ് ഇല്ല, മെഷിങ് ഇല്ലാത്ത സ്ഥലവും കാണാം. ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹൈ സ്പീഡ് റൊട്ടേഷൻ നമ്മൾ ഈ വേവ് ജനറേറ്ററിലേക്കാണ് കൊടുക്കുക. അപ്പൊ വേവ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്ലക്സസ് പ്ലെയിനിന്റെ ഉള്ളിൽ ഒരു ഫ്രീ റൊട്ടേഷനാണ്. അപ്പൊ ഞാനിവിടെ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നമ്മുടെ വേവ് ജനറേറ്ററിന് കൊടുക്കുമ്പോൾ ഈ വേവ് ജനറേറ്റർ അസംബ്ലി ഈ ഫ്ലക്സസ് പ്ലെയിനിന്റെ ഉള്ളിൽ നിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് ഇങ്ങനെ കറങ്ങും. അതായത് ഈ ബോൾ ബെയറിംഗ് അടങ്ങുന്നതാണല്ലോ വേവ് ജനറേറ്റർ. ഓക്കെ, ഇവിടെ ഇപ്പം
നമ്മുടെ വേവ് ജനറേറ്ററിലെ ഒറ്റൊരു ബോൾ മാത്രം നോക്കിയേ, എന്നാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇത് ഞാനിപ്പോ മൗസ് പോയിന്റർ വെച്ച് ഈ ഒരു ബോൾ നോക്കാം. അപ്പൊ ഇയാള് കൗണ്ടർ ക്ലോക്ക് വൈസ് ഇങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ കറങ്ങുന്ന സമയത്തും ഇതിന്റെ മേജർ ആക്സിസിന് വരുന്ന മാറ്റവും കൂടി നോക്കാം. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ മെഷിങ് വരുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ മതി. ഈ ഫ്ലെക്സസ് പ്ലെയിൻ അല്ലെങ്കിൽ ഈ വേവ് ജനറേറ്ററിനെ അസംബിൾ ചെയ്തിട്ടുള്ള ഫ്ലെക്സസ് പ്ലെയിനിന്റെ കാര്യവും കൂടി ഒന്ന് നോക്കണം. അപ്പൊ ഇവിടെ ഫ്ലെക്സസ് പ്ലെയിനിന്റെ ഉള്ളിലുള്ള വേവ് ജനറേറ്റർ കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുന്നു. ആ സമയത്ത് നമ്മുടെ ഫ്ലെക്സസ് പ്ലെയിനിന്റെ എലിപ്റ്റിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ മേജർ ആക്സിസ് മാറി മാറി വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ പുറത്തുള്ള ടൂത്തും അകത്തുള്ള ടൂത്തും തമ്മിൽ മെഷ് ചെയ്യപ്പെടുകയാണ്. മേജർ ആക്സിസ് വരുന്ന സ്ഥലങ്ങളിൽ മെഷ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ മെഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫ്ലെക്സസ് പ്ലെയിനിന് എന്തെങ്കിലും മോഷൻ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് സൂം ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഫ്ലെക്സസ് പ്ലെയിനും മറ്റേ വേവ് ജനറേറ്റർ സ്ലിപ്പ് ആവുക അല്ലെ രണ്ടും ഒരുമിച്ച് കറങ്ങുക? അല്ല ഒരുമിച്ച് കറങ്ങുകയല്ല ചെയ്യുന്നത്. വേവ് ജനറേറ്ററിന്റെ അകത്ത് ഫ്ലെക്സസ് പ്ലെയിനിന്റെ ഉള്ളിൽ നിന്ന് വേവ് ജനറേറ്റർ ഫ്രീ റൊട്ടേഷൻ ആണ്. അതിനു വേണ്ടിയിട്ടാണ് ആ ബോൾ ബെയറിംഗ്സ് പോലുള്ള എലമെന്റ് വെച്ചിട്ടുള്ളത്. ഫ്രീ റൊട്ടേഷൻ ആണ്. അത് കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ അതിന്റെ കൂടെ തന്നെയാണ് നമ്മുടെ ഫ്ലെക്സസ് പ്ലെയിനും കറങ്ങുന്നതെങ്കിൽ രണ്ടും കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങണ്ടേ. അപ്പൊ ഈ മറ്റേ വേവ് ജനറേറ്ററിന്റെ ഉള്ളിലെ സാധനവും ബോൾ ബെയറിംഗിന്റെ ഔട്ടർ കവർ ഇല്ലേ, അത് രണ്ടും വേറെ വേറെ ഡയറക്ഷൻ അല്ല. അതായത് വേവ് ജനറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഈ അസംബ്ലിയിൽ എവിടം വരെ ഉണ്ട് നമുക്ക് നോക്കാം. ഈ ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ബോൾ ബെയറിംഗിന്റെ ഏരിയ വരെയാണ് വേവ് ജനറേറ്റർ. ഓക്കെ, അപ്പൊ ഈ ബോൾ ബെയറിംഗ് ഇത്രയും ഏരിയ കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങാണ്. ഫ്രീ ആയിട്ട് ഈ ഫ്ലെക്സസ് പ്ലെയിനിന്റെ ഉള്ളിൽ നിന്ന് കറങ്ങുകയാണ്. അപ്പൊ ഇത് കറങ്ങുമ്പോ ഈ ഫ്ലെക്സസ് പ്ലെയിനിന് കിട്ടുന്ന മാറ്റം എന്താന്ന് വെച്ചാൽ ഫ്ലെക്സസ് പ്ലെയിനിന്റെ എലിപ്റ്റിക്കൽ ഷേപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് എലിപ്റ്റിക്കൽ ഷേപ്പ് തന്നെ കിട്ടും, പക്ഷെ മേജർ ആക്സിസ് ഇങ്ങനെ മാറി മാറി വരും. അതുകൊണ്ടാണ് ഇതിന് വേവ് ജനറേറ്റർ എന്ന് പേര് വന്നത്. ഒരു വേവ് ഫോമിലാണ് ഇതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ഇതിന്റെ എലിപ്റ്റിക്കൽ ഷേപ്പ് ഇങ്ങനെ മാറി മാറി വരുന്നത്. ഇത് ഒരു മൊമെന്റിൽ ഇവിടെയാണ് മേജർ ആക്സിസ് എങ്കിൽ അടുത്ത മൊമെന്റിൽ ഇവിടെ എത്തുമ്പോഴേക്കും മേജർ ആക്സിസ് എത്തും, അടുത്ത മൊമെന്റിൽ ഇവിടെ എത്തുമ്പോഴേക്കും മേജർ ആക്സിസ് എത്തും. അപ്പൊ ഈ വേവ് ജനറേറ്റർ എന്ന് പറയുന്ന എലമെന്റിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഈ ഫ്ലെക്സസ് പ്ലെയിനിന് എലിപ്റ്റിക്കൽ ഷേപ്പും ഇങ്ങനെ ഓരോ മൊമെന്റിൽ അല്ലെങ്കിൽ മേജർ ആക്സിസ് ഇങ്ങനെ മാറി മാറി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വർക്കിംഗ് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്താ പറയാ ഒന്നുകൂടി ഒന്ന് മനസ്സിരുത്തി നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ ഈ ഒരു സൂംഡ് കണ്ടീഷനിൽ നമുക്ക് നോക്കാം. ഇതില് ഈ ഒരു എലമെന്റ് അതായത് ഈ ബോൾ വരെയാണ് നമ്മുടെ വേവ് ജനറേറ്റർ വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഈ ഫ്ലെക്സസ് പ്ലെയിനും അതിന്റെ കൂടെ കറങ്ങുന്നൊന്നുമില്ല. പക്ഷെ എന്താ കിട്ടുന്നത് വെച്ചാൽ ഈ ഫ്ലെക്സസ് പ്ലെയിനിന് മേജർ ആക്സിസ് ഓരോ മൊമെന്റിലും ഓരോ സ്ഥലത്ത് ഇങ്ങനെ മാറി മാറി എത്തുകയാണ്. അപ്പൊ മേജർ ആക്സിസ് എത്തുമ്പോൾ മെഷിങ് നടക്കും. ഇതാ ഈ ഒരു മൊമെന്റിൽ ഇവിടെ മേജർ ആക്സിസ് എത്തി, അത് ഇങ്ങനെ മേജർ ആക്സിസ് എത്തുമ്പോൾ ഇവിടെ മെഷിങ് നടന്നു. ദെൻ അടുത്ത മൊമെന്റിൽ മേജർ ആക്സിസ് മാറി അടുത്ത സ്ഥലത്തേക്ക് എത്തും. മേജർ ആക്സിസ് വേറൊരു സ്ഥലത്താണ്, അതുകൊണ്ടാണ് ഇവിടെ മെഷിങ് അല്ലാതെ വന്നത്. ഇനി അടുത്ത മൊമെന്റിൽ ഇത് ഇങ്ങനെ കറങ്ങി ഇവിടെ വീണ്ടും മേജർ ആക്സിസ് എത്തുമ്പോൾ ഇവിടെ വീണ്ടും മെഷിങ് നടക്കും. അങ്ങനെ ഓരോ സമയത്തും ഈ എലിപ്റ്റിക്കൽ ഷേപ്പിന്റെ ഒരു പ്രത്യേകത കാരണം ഈ മേജർ ആക്സിസ് മാറി മാറി വരുന്നത് കാരണം മെഷിങ് ഇങ്ങനെ മാറി മാറി നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഓരോ ടൂത്തും താഴോട്ട് 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 ഷിഫ്റ്റ് ചെയ്ത് വരും. അപ്പോ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫ്ലെക്സസ് പ്ലെയിനിനേക്കാളും നമ്മുടെ സർക്കുലർ പ്ലെയിനിൽ 2 ടീത്ത് അധികം വെച്ചതിന്റെ കാരണം അതാണ്. നമുക്ക് ആ ഒരു ഷിഫ്റ്റിംഗ്, ഈ ഒരു ടീത്ത് ഷിഫ്റ്റിംഗ് നടക്കാൻ വേണ്ടിയിട്ടാണ് 2 ടീത്ത് അധികം നമ്മുടെ ഈ സർക്കുലർ പ്ലെയിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അന്നേരം ഈ ഫ്ലെക്സസ് പ്ലെയിന് കണ്ടിന്യൂസ് റൊട്ടേഷൻ ഉണ്ടാവില്ലല്ലോ? കണ്ടിന്യൂസ് റൊട്ടേഷൻ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവുമല്ലോ. കാരണം എന്താ, ഇവിടെ ഇപ്പൊ മേജർ ആക്സിസ് വരുന്നത്, അപ്പൊ ഇവിടെ മെഷിങ് നടക്കുന്നത് അല്ലെ, നേരെ ഓപ്പോസിറ്റ് സൈഡിലും മെഷിങ് ഉണ്ടാവും. ബട്ട് ഇതിന്റെ വെർട്ടിക്കൽ അല്ലെങ്കിൽ 90 ഡിഗ്രി പ്ലെയിനിൽ എന്തുണ്ടാവില്ല, മെഷിങ് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ മെഷിങ് നടന്ന് ഇവിടെ ഒരു ടൂത്ത് ഷിഫ്റ്റ് നടന്നു അല്ലെങ്കിൽ ഒരു ടീത്ത് ഷിഫ്റ്റ് നടന്നല്ലേ. ഈ ടീത്ത് ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ മൊത്തം പാർട്ട് തന്നെയല്ലേ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. നമുക്ക് അതിന്റെ ബാക്ക് സൈഡ് വ്യൂ നോക്കാം. മൊത്തം നോക്കിക്കോ നിങ്ങൾ, ഈ ഇന്റേണൽ ടീത്ത് വരുന്ന ഏരിയ മാത്രം നോക്കിക്കോ. ഫ്ലെക്സസ് പ്ലെയിനിനും ഒരു മോഷൻ, കണ്ടിന്യൂസ് മോഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കുറച്ചുകൂടി സ്പീഡായിട്ട് കാണിക്കുന്നത്.
ഇതാ ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഫ്ലക്സസ് പ്ലെയിനിന്റെ ബാക്ക് സൈഡ് ആയത്. ഇതിനകത്ത് ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കണ്ടിന്യൂസ് മോഷൻ കിട്ടും. അതായത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഇൻപുട്ട് കൊടുത്താൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഔട്ട്പുട്ട് കിട്ടും. കൗണ്ടർ ക്ലോക്ക് വൈസ് ഇൻപുട്ട് കൊടുത്താൽ ക്ലോക്ക് വൈസ് ഔട്ട്പുട്ട് കിട്ടും. ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ വേറൊരു ആനിമേഷൻ വീഡിയോ കൂടിയുണ്ട്, ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരാം. ഒന്നുകൂടി മനസ്സിരുത്തി കാണും. പിന്നെ സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ കൂടുതൽ ഒന്നും ഇതിൽ പറയാനില്ല. 3 പാർട്സ് ഏതൊക്കെയാണെന്നും പാർട്സിന്റെ പ്രത്യേകത എന്താണെന്നും ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്, ഇതിന് ബാക്ക്ലാഷ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളെ ഗിയർ സിസ്റ്റം പോലെ എന്താ പറയുക കോംപ്ലക്സ് ജോമെട്രി ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ പാർട്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 3 എലമെന്റ് നമ്മുടെ റോബോട്ടിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന, കൺവെൻഷണൽ സിസ്റ്റത്തിലെ ഗിയർ സിസ്റ്റം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ലൈറ്റ് വെയിറ്റ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ഹൈ ഗിയർ റേഷ്യോ ഉണ്ട്. അതേപോലെ ഗുഡ് റെസൊല്യൂഷൻ ആൻഡ് എക്സലന്റ് റിപ്പീറ്റബിലിറ്റി. അതുപോലെ തന്നെ പിന്നെ ഹൈലി ആക്യുറേറ്റ് പ്രിസിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈലി ആക്യുറേറ്റ് മൂവ്മെന്റ് ആയിരിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ആനിമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തരാം. ഒന്നുകൂടി മനസ്സിരുത്തി ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ടും മനസ്സിലാകുന്നില്ലേ നമുക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അറ്റൻഡൻസ് ഞാൻ എടുത്തിട്ടില്ല. ഒന്ന് അല്ലെ ഞാൻ സാർ രാജു സാറൊക്കെ വാങ്ങിച്ചോളാം. ഓക്കെ, താങ്ക് യു.